പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധി രാവിലെ കാലം നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചന എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 29 വാക്യം. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു, അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. നോക്കൂ പ്രിയ മക്കളെ, വിശ്വാസം എന്ന് പറയുന്നത് എബ്രായർക്കെഴുതിയ ലേഖനം 11:1 തന്നെ പറഞ്ഞിട്ടുണ്ട്, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതിസന്ധികളെയും ദൈവിക ആലോചന പ്രകാരം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. വിശ്വാസമില്ലാത്തവരാ എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം വരുമ്പോൾ, അതായത് കാറ്റും മഴയൊക്കെ ഒന്ന് വരുന്നത് കാണുമ്പോഴേ ഭയന്നു പോകുന്നത് അല്ലേ, അവർ പിന്നീട് എന്തെങ്കിലും ഇച്ചിരിയും കൂടെ വലിയ പ്രോബ്ലം കടന്നു വരുമ്പോൾ അവർക്ക് യാതൊന്നും ചെയ്യുവാൻ സാധിക്കാതെ ഇരിക്കും. പുറപ്പാട് പുസ്തകം 13-14 അധ്യായങ്ങൾ നമുക്ക് ചെങ്കടലിന്റെ നടുവിൽ കൂടി മോശയെയും തൻ്റെ ജനത്തെ നടത്തിയതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? ഹല്ലേലൂയ. അതായത് ദൈവം പറഞ്ഞത് അതേപടി വിശ്വാസത്തോടെ തൻ്റെ മക്കൾ അനുസരിച്ചു. ഫറവോനും സൈന്യവും നമ്മുടെ നേരെ കടന്നു വരട്ടെ പ്രിയ മക്കളെ. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ സൈന്യങ്ങളെ കണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. യുദ്ധസമാനമായ വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങൾ ഇന്ന് വചനം കേൾക്കുന്നുവെങ്കിൽ നോക്കൂ, നിങ്ങൾ ഭയപ്പെടരുത്, വിശ്വസിക്കുക ദൈവത്തിൽ. ഹല്ലേലൂയ. അതായത് ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ കയ്യിലുള്ള ചെറിയ വടി മതി ഈ പ്രശ്നം പരിഹരിക്കുവാൻ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുകയാണോ? തീർച്ചയായിട്ടും ഹല്ലേലൂയ. യേശു അപ്പനുമായിട്ട് നല്ല ബന്ധത്തിലാണോ നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നാലും അതിന്മേൽ പരിഹാരം കാണുവാൻ നമുക്ക് കഴിയും പ്രിയ മക്കളെ. മാനുഷികമായിട്ട് നാം നോക്കുമ്പോൾ പർവ്വത സമാനമായ വിഷയം ജീവിതത്തിൽ കൊണ്ടുവന്ന് സന്തോഷത്തെയും സമാധാനത്തെയൊക്കെ കെടുത്തിക്കളയാൻ നോക്കും. പക്ഷേ അവിടെയൊക്കെ ഉണ്ടല്ലോ, ജീവിതത്തിൽ സമാധാനം കെടുത്തിക്കളയുവാൻ നാം നോക്കരുത്. നമ്മെ സമാധാനപ്പെടുത്തുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഒരു കാര്യം ചെയ്യണം, വിഷയത്തിൻ്റെ മുമ്പാകെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ നാം ഒന്നിരുന്നാൽ മതി. അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. അതായത് മരിച്ച ലാസറിനെ ഉയർപ്പിച്ച കർത്താവ്. ഹല്ലേലൂയ. സാരാഫാത്തിലെ വിധവയെ ഹല്ലേലൂയ ക്ഷാമം തീരുവോളം പോഷിപ്പിച്ച അപ്പൻ ഇന്നും നമ്മുടെ ക്ഷാമങ്ങൾ തീർക്കുവാൻ ശക്തനാണ് പ്രിയ മക്കളെ. വ്യസനത്തോട് പ്രസവിച്ചു എന്ന് പറഞ്ഞ് എബേസിന്റെ അമ്മ ഹല്ലേലൂയ എബേസ് എന്ന് പേരിട്ട് എങ്കിൽ ഹല്ലേലൂയ നോക്ക്, മത്സ്യത്തിന്റെ വായിൽ നിന്ന് പണം ലഭിച്ച് കരം അടയ്ക്കുവാൻ സാധിച്ചു എങ്കിൽ ഇന്നും നമ്മുടെ വിഷയത്തിന് മധ്യത്തില് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നാം വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്താൽ മതി, ദൈവപ്രവൃത്തി വെളിപ്പെടും പ്രിയ മക്കളെ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശ്വാസം നമ്മൾ ഹല്ലേലൂയ വർദ്ധിച്ചേ ഹല്ലേലൂയ മതിയാകുകയുള്ളൂ പ്രിയ മക്കളെ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കണ്ണാൽ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:1 പറയുന്നുണ്ട്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ നടപ്പ് ദൈവഹിത പ്രകാരമാണെന്ന് ഉറപ്പുവരുത്തിയാൽ ജീവിതത്തിൽ നാം ഉദ്ദേശിക്കുന്നതിലും അധികമായി നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും പ്രിയ മക്കളെ. കേൾപ്പാൻ കഴിയാതെ വണ്ണം കർത്താവപ്പച്ചൻ്റെ ചെവി മന്ദമായിട്ടില്ല. ഹല്ലേലൂയ. നമ്മെ നടത്തുന്ന അപ്പച്ചൻ. ഉൽപ്പത്തി പുസ്തകം 13:17 ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്ത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലൂടെ കൊണ്ടുപോയില്ല. ഹല്ലേലൂയ. 18 വാക്യത്തിൽ പറയുന്നുണ്ട്, ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ
ചുറ്റി നടത്തി. ഹല്ലേലൂയ. നോക്കൂ, ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട്, ഹല്ലേലൂയ, ഒരു നാളിൽ ഹല്ലേലൂയ ചുറ്റി നടത്തുന്ന ചുറ്റി ഹല്ലേലൂയ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് പലവിധമായ വിഷയങ്ങൾ നമ്മുടെ മധ്യത്തിൽ കൊണ്ടിടുമ്പോൾ പ്രിയ മക്കളെ, അതിനെയൊക്കെ തരണം ചെയ്തു പോകുവാൻ ഈ ചുറ്റലൊക്കെ ഒരു ആവശ്യമായി വന്നേക്കാം. പ്രിയ മക്കളെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ വിഷയത്തിന് മറുപടി ഹല്ലേലൂയ ചില എളുപ്പവഴികൾ എവിടെ നിന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരും. അതിൽ നാം വീണു പോകരുത്. ദൈവത്തോടെ നാം ചോദിക്കണം, അപ്പാ ഈ വഴി നേരെയുള്ളതാണോ, ഇത് എനിക്ക് വേണ്ടി അപ്പൻ തുറന്നു തന്നതാണോ എന്നൊക്കെ. ഹല്ലേലൂയ. അപ്പനിലൂടെ തന്നെയാണോ ഈ വഴി വന്നതെന്നൊക്കെ നാം ഒന്ന് അന്വേഷിക്കണം. ഹല്ലേലൂയ. അതാ സദൃശ്യവാക്യങ്ങളെ 14:12 വാക്യങ്ങൾ 14:12 16:25 പറയുന്നുണ്ട്, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്രേ. ഹല്ലേലൂയ. നാം എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം പ്രിയ മക്കളെ, കർത്താവിൻ്റെ കരുത്തിൽ ഹല്ലേലൂയ ആ വിഷയം വെക്കണം. ഇത് ശരിയായ മാർഗമാണോ എന്ന് നാം ഒന്ന് ചോദിക്കണം. ഹല്ലേലൂയ. ദൈവമാണ് മോശയെയും തൻ്റെ ജനത്തെയും വഴി മാറ്റി വിട്ടത്. ഹല്ലേലൂയ. നമ്മിലും ഒരു ഉറപ്പ് വേണം, എൻ്റെ ദൈവമാണ് എന്നെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഇഷ്ടത്തിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം തന്നെയാണ് ഹല്ലേലൂയ നമുക്ക് വേണ്ടത്. ഹല്ലേലൂയ. നാം ഉറച്ചു വിശ്വസിക്കണം, അപ്പനിൽ തന്നെ വിശ്വസിക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാം കടന്നു വന്നാലും, ഏത് പ്രശ്നം വന്നാലും ഹല്ലേലൂയ അത് നമ്മൾ പതറാതെ നിൽക്കണം. അതിൽ ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ അപ്പൻ നമ്മളെ കൈവിടുകയില്ല. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ ജീവിതത്തിൽ കലങ്ങി മറിഞ്ഞ് സന്തോഷം ഇല്ലാതാക്കുന്നത്? യേശുപ്പൻ പറഞ്ഞ വഴികൾ മാത്രം നമ്മളെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയാൽ മതി. അപ്പാ നമ്മളെ കരുതുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട് പ്രിയ മക്കളെ. യേശുപ്പൻ്റെ കരത്തിൽ നമ്മെ തന്നെ അങ്ങ് സമർപ്പിക്കുക. ഹല്ലേലൂയ. ഇന്നെന്താ നമ്മൾ പലതിനെ ചൊല്ലി അങ്ങ് വിചാരപ്പെട്ട് ഹല്ലേലൂയ എളുപ്പ വഴികൾ അന്വേഷിച്ചു നടക്കുക. ലാസ്റ്റിലാണ് നമ്മൾ അപ്പൻ്റെ വഴി തിരയുന്നേ, കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത്. ഹല്ലേലൂയ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, കർത്താപ്പച്ചൻ്റെ വഴി അന്വേഷിക്കുക, അപ്പൻ്റെ പാദപീഠത്തിൽ നമ്മൾ മുട്ടുമടക്കിയാൽ നമ്മുടെ വിഷയത്തിന് മറുപടിയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാൾ കൈവിടില്ലെന്ന് പറഞ്ഞ കർത്താവ് ഇന്നും നമ്മോട് കൂടെ തന്നെ ഉണ്ട്. ഹല്ലേലൂയ. അന്ധകാരത്തെ വെളിച്ചമാക്കി തരുന്ന അപ്പൻ. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിതൂണായി ദൈവം നമ്മോട് കൂടെ ഇരിക്കും പ്രിയ മക്കളെ. ഹല്ലേലൂയ. അനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമെങ്കിലും നാം ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏതൊരു സാഹചര്യത്തിലും പ്രതികൂലം കടന്നു വരുമ്പോൾ ദൈവത്തോട് നാം നിലവിളിക്കുക. ഹല്ലേലൂയ. പ്രശ്നങ്ങൾ പരിഹാരം ഹല്ലേലൂയ അവിടുന്ന് മാത്രമാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം പ്രാർത്ഥനയിൽ കൂടി ലഭിക്കും പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഏത് ദുർഘട സമയവും നേരെയാക്കുന്നത് ഹല്ലേലൂയ അപ്പൻ മാത്രമാ. ആ പ്രാർത്ഥനയിലൂടെയാണ് പ്രിയ മക്കളെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ വഴികൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. യഹോവയോട് നിലവിളിക്കുമ്പോൾ നിലവിളി കേൾക്കുന്ന അപ്പൻ. ഹല്ലേലൂയ. വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാം പ്രിയ മക്കളെ. മോശയോട് കൂടെ ഇരുന്ന ദൈവം പിറുപിറുപ്പ് നിന്നയും പരിഹാസവുമെല്ലാം ഒരു ദൈവ പൈതലിനെ ജനങ്ങളിൽ നിന്ന് ഹല്ലേലൂയ നേരിടേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. എങ്കിലും നോക്ക്, നമ്മൾ പതറരുത്, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവം മോശയോട് ചോദിച്ചത്, നീ നിലവിളിക്കുന്നത് എന്തേ? ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ചെങ്കടലിനെ കണ്ട് പേടിക്കുവാനുള്ള ഹല്ലേലൂയ ദൈവമക്കൾ അല്ല നമ്മൾ. ഹല്ലേലൂയ. അതിനെയൊക്കെ തരണം ചെയ്തു പോകുവാൻ ദൈവം നമുക്ക് കൃപ തരും പ്രിയ മക്കളെ. അങ്ങയുടെ കരങ്ങളിലേക്ക് കേൾപ്പിക്കാം. ദൈവം വഴി ഒരുക്കി തരുന്ന നല്ല നിലത്തുകൂടി, ഉണങ്ങിയ നിലത്തുകൂടി നമ്മെ നടത്തുവാൻ ദൈവ ശക്തന. ഹല്ലേലൂയ. നാം താളടിയാകി പോകുവാൻ നമ്മുടെ അപ്പൻ അനുവദിക്കില്ല. ഹല്ലേലൂയ.
കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. എല്ലാവർക്കും എന്താ ഉണങ്ങിയ പാതയിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. യേശുവിനെ അറിയുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ ചെങ്കടലിനെയൊക്കെ തരണം ചെയ്ത് പോകുവാൻ കൃപ ലഭിക്കുകയുള്ളൂ. പ്രിയമക്കളെ, കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതങ്ങളുടെ മധ്യത്തിൽ ഏത് വിഷയത്തിൽ കൂടി കടന്നു പോകുന്നോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. എൻ്റെ അപ്പൻ നല്ല പാതകൾ ഒരുക്കി കൊടുക്കണമപ്പാ. വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണമപ്പാ. കരങ്ങളിലേക്ക് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പൻ അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. കൃപയിൽ ഹല്ലേലൂയ അവർ മുന്നോട്ട് പോകട്ടപ്പാ. യേശുപ്പച്ചൻ്റെ കരം കൂടെ ഇരുന്ന് സഹായിക്കണം. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ വിടുതൽ അപ്പച്ചൻ കൊടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.